പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റോയൽ എൻഫീൽഡ് എന്ന ഒരു കാറ്റഗറിയിലുള്ള ബൈക്കുകൾ ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ഉള്ളതും മറ്റു ആളുകൾ ഒരു പ്രശ്നമായിട്ട് കാണുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ചെയിൻ സ്പോക്കറ്റിൻ്റെ ലൈഫ് കുറവാണെന്നുള്ളത്. ചെയിൻ സ്പോക്കറ്റിൻ്റെ ലൈഫ് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു 30,000 കിലോമീറ്റർ 25,000 to 30,000 35,000 40,000 വരെ കിട്ടിയ ആളുകളുണ്ട്. എൻ്റെ ഈ ചെയിൻ സ്പോക്കറ്റ് 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം പറയുന്നത് വെറുതെയാണെന്ന് കരുതും. നിങ്ങൾ 40,000 കിലോമീറ്റർ എനിക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. ഞാൻ എങ്ങനെയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം, പറഞ്ഞുതരാം. ആദ്യമായിട്ട് ചെയിൻ സ്പോക്കറ്റ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അലൈൻമെൻറ്റ് ക്ലിയർ ആണോ ചെക്ക് ചെയ്യുക. ഫ്രണ്ട് സ്പോക്കറ്റ് ബാക്കിലെ സ്പോക്കറ്റും തമ്മിൽ അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്യുക. അതായത് ബാക്ക് സ്പോക്കറ്റും ഫ്രണ്ട് സ്പോക്കറ്റും കറക്റ്റ് ലെവലിലാണോ എന്നുള്ളത് ടൂൾ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ കഴിയണം. അതിന് സ്പെഷ്യൽ ഒരു ടൂളുണ്ട്. ആ ടൂള് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ചെയിൻ സ്പോക്കറ്റ് മാറ്റി ഈ സ്പോക്കറ്റും ഫ്രണ്ടിലെ സ്പോക്കറ്റും തമ്മിൽ ചെറിയ അലൈൻമെൻറ്റ് മാറ്റം വന്നാൽ സ്പോക്കറ്റ് ക്രോസിലേക്ക് ഉണ്ടാവുക. ഈ ചെയിനും ഫ്രണ്ടിലെ ചെയിനും ക്രോസ് ആയിട്ടുണ്ടാവുക. ചെയിൻ സ്പോക്കറ്റിൻ്റെ ലൈഫ് പകുതിയായിട്ട് കുറയും. ഫസ്റ്റ് റീസൺ. പിന്നെ ഓരോ ആഴ്ചയിലും നിർബന്ധമായിട്ടും ചെയിൻ ലൂബ് ചെയ്യുക. ഡെയിലി ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വീക്ക്ലി വൺസ് ലൂബ് ചെയ്യുക. അത് ചെയിൻ ലൂബ് ഉപയോഗിക്കാം, ഓയിൽ ഉപയോഗിക്കാം, എന്തെങ്കിലും ഉപയോഗിക്കാം. അത് ലൂബ് തന്നെ ഉപയോഗിക്കുക. അതായത് ലൂബായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു ലൂബ് ചെയ്യാൻ വേണ്ടി വലിയ ചിലവൊന്നും വരില്ല. ചില ആൾക്കാർ ചില വർക്ക്ഷോപ്പുകളിൽ നമ്മളെ ഷോപ്പിലൊക്കെ അത് ഫ്രീ ആണ്. അപ്പോൾ ലൂബ് ചെയ്യാം. പിന്നെ നിർബന്ധമായിട്ട് 500 മുതൽ 1000 കിലോമീറ്ററാണ് നമ്മൾ പറയാറുള്ളത്. 500-1000 കിലോമീറ്റർ മാക്സിമം ചെയിൻ കറക്റ്റ് ടൈറ്റ് ചെയ്യുക. അത് ഓവർ ലൂസായിട്ടും ഓവർ ടൈറ്റായിട്ടും ചെയിൻ ഓടാൻ പാടില്ല. അതാണ് മെയിൻ. ഓവർ ടൈറ്റാണ് നോക്കുക. ചെയിൻ ടൈറ്റ് ചെയ്ത് എവിടെ നിന്ന് കിട്ടിയാലും തന്നെ നിങ്ങൾ ചെയിൻ ടൈറ്റാണ് നോക്കുക. അതായത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 500-1000 കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്യുക. ആവശ്യമെങ്കിൽ ടൈറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ചെയിൻ ടൈറ്റ് പോയിൻ്റൊക്കെ ചെയിൻ ടൈറ്റ് ചെയ്യുക. അപ്പം മിക്കവാറും പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്യുന്ന ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. എന്നാലും നഷ്ടങ്ങൾ നമുക്കാണ് ഉണ്ടാവുക, കസ്റ്റമേഴ്സിനുണ്ടാവുക. ചെയിൻ്റെ ടൈറ്റ് പോയിൻ്റ് റൊട്ടേറ്റ് ചെയ്ത് ചെയിൻ്റെ ടൈറ്റ് എവിടെയാണ് കൂടുതൽ ടൈറ്റുള്ള ആ ടൈറ്റിലുള്ള പൊസിഷൻ വെച്ചിട്ട് മാത്രം ചെയിൻ്റെ ബാലൻസ് ചെയ്ത് ചെയിൻ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വാട്ടർ സർവീസ് ചെയ്താൽ നിർബന്ധമായിട്ടും ഈ ചെയിൻ്റെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള മണ്ണുകളൊക്കെ ശരിക്കും വാട്ടർ സർവീസ് അടിച്ച് കളയുന്ന സമയത്ത് ഇതിലൊക്കെ വെള്ളം ഇറങ്ങി കിടക്കും. ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വെള്ളം കളഞ്ഞതിന് ശേഷം നിർബന്ധമായി ലൂബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സഡൻ ആക്സിലേഷൻ. ഞാൻ പറയാം, ഗ്രാജുവലി ആക്സിലേറ്റർ കൊടുക്കുക. ഓരോ ഗിയർ ചേഞ്ചിലും ഫസ്റ്റ് ഗിയറിലിട്ട് ചില ആളുകൾ ഉള്ളതായി ഈ ഒരു കളി നിങ്ങൾ ഒഴിവാക്കുക. ആക്സിലേഷൻ ഗ്രാജുവലി ഈ സ്റ്റൈലിൽ ചെയ്യുക. അതായത് സഡൻ ഗിയർ മാറ്റി കൊടുത്തു, സ്ലോ ചെയ്തു, ഗിയർ മാറ്റി കൊടുത്തു. ആ ഒരു സമയങ്ങളിൽ ചെയിൻ സ്പോക്കറ്റ് എന്തായാലും ബാക്കിലെ വീല് കിടന്ന് കളിക്കുക ചെയ്യുന്നത്. വീല് കിടന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആകുക, ഓടുക. ആ സമയത്ത് ചെയിൻ്റെ ലിങ്കും ചെയിൻ്റെ സ്പ്രോക്കറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻറ്റ് അല്ല. പെട്ടെന്ന് ലോഡ് വരിക, ലോഡ് ചെയ്യുക. ആ സമയത്താണ് സ്റ്റാൻഡേർഡ് ക്ലാസിക് പഴയമുള്ള വാഹനങ്ങളുടെ സ്പോക്കറ്റ് പൊട്ടിപ്പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോക്കറ്റ് പൊട്ടാനുള്ള മെയിൻ കാരണം സഡൻ ആക്സിലേഷൻ. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഓരോ ഗിയർ ചേഞ്ചിലും സ്ലോ ആക്സിലേഷൻ, ഗ്രാജുവലി ആക്സിലേഷൻ കൊടുത്ത് വണ്ടി സ്പീഡ് എടുക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമത്തത് ചെയിന് ആവശ്യമായ ഫ്രീ പ്ലേ കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ വാഹന നിർമ്മാതാവും ഓരോ കമ്പനിയും ഓരോ വണ്ടിക്ക് എത്ര ഫ്രീ പ്ലേ വേണം എന്നുള്ള ഒരു കണക്കുണ്ട്. ടൈറ്റ് പോയിന്റ് നോക്കിയിട്ട് എത്ര ഫ്രീ പ്ലേയിലാണോ ആ ഫ്രീ പ്ലേയിലിട്ട് മാത്രം ചെയിൻ ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിൻ്റെ വലി കുറയും, ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആവും. എട്ടാമത്തത്
ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈക്വലായിട്ട് നോക്കുക. ഈ സൈഡും ഇതാ 2 സൈഡ് കാണും, ഈ സൈഡും, ഈ 2 സൈഡും ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈക്വലായി ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ എത്രയാണ് ടൈറ്റ് ചെയ്യുക അത്ര തന്നെ ടൈറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓവർ ടൈറ്റ് ചെയ്താൽ ചെയിൻ്റെ സ്പ്രോക്കറ്റ് നേരെ കിടക്കുന്നത് ഇങ്ങനെ കിടക്കും. ചെറിയൊരു പോയിൻ്റ് മാറിയാൽ മതി, ഫ്രണ്ടും ബാക്കും തമ്മിൽ സ്പ്രോക്കറ്റ് ക്രോസിൽ വർക്ക് ചെയ്യും, ചെയിൻ ക്രോസിൽ വർക്ക് ചെയ്യും, ലൈഫ് പോകും. അപ്പോൾ നിർബന്ധമായിട്ടും അതിന് പിന്നെ നമ്മളൊക്കെ സാധാരണ ടൂൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബാലൻസ് നോക്കുന്നത്. അപ്പം ഓരോ വർക്ക്ഷോപ്പുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് അവരുടെ ടെക്നിക്ക് ഉപയോഗിച്ച് അവർ കറക്റ്റായിട്ട് ബാലൻസ് ആണോ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയിൻ ടൈറ്റ് ചെയ്യുക. ഈ ഒരു 8 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് 30,000 എബോവ് കിലോമീറ്റർ ഓടും എന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പ്രാക്ടിക്കലി ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.